ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ രാവിലെ ഞാൻ പുറത്തേക്ക് ഒന്നുകൊണ്ട് ഇറങ്ങിയതാട്ടാ. കാക്കാൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു വരികയാണ്. അങ്ങനെ ഞാൻ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളെ KP നമ്പൂതിരീസിൻ്റെ ദാഹമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഒന്ന് 2 ഉണക്കലരിയും കൂടി എടുത്തിട്ട് മാങ്ങയിട്ടിട്ട് കറി വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അടിപൊളിയാണ് കേട്ടേ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉണക്കൽ അയില കറി വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം 2 അയില കറി വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. അപ്പം മോൻ വന്നാൽ ഓന് ഇതൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ മോൻ വന്നാൽ പിന്നെ ഇതൊന്നും എടുത്ത് കറി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും ഉണക്കലയില, പക്ഷെ വറക്കണമൊന്നുമില്ല കേട്ടോ, കറി വെക്കണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ കറിയുടെ പണിയുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഉള്ളതിനൊക്കെ നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി നമുക്ക് 2 ആളായതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതുണ്ടാവില്ല. മോനുള്ളപ്പോൾ തലേദിവസം തന്നെ അത് ഒന്ന് പ്ലാൻ ചെയ്യും, നാളെ ഇന്ന ഉണ്ടാക്കാന്നുള്ളത്. ഏട്ടന് പിന്നെ എന്തായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്ത് കടി ഉണ്ടാക്കിയാലും അത് ഇപ്പോൾ കഴിച്ചോളും. അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പം ഞാൻ പയറ്, കടല അങ്ങനെയുള്ള ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെയാണ് എനിക്ക് തോന്നിയത് ഗോതമ്പ് പൊടിച്ച് വെച്ചിരുന്നു കല്യാണമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പൊടിച്ച ഗോതമ്പായിട്ട് ദോശ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടാ. അതിലേക്ക് ഒരു ചട്ടിനി, എനിക്ക് ഈ ചുവന്ന മുളക് പൊടി ഇട്ടിട്ടുള്ള ചട്ടിനി ഇഷ്ടട്ടാ, ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതിനോട് നിൽക്കാമല്ലോ. എന്തായാലും ഒരു 8:30 ചായ കൊടുക്കും കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് കൈ ഒഴിഞ്ഞിട്ടെങ്കിൽ അപ്പോൾ ഞാനോട് കുടിക്കും ചായ. അങ്ങനെ കറി ഒന്ന് ഉള്ളി കാച്ചണം. നമുക്ക് ചട്ടിനി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിനി കൂട്ടാനേക്കുള്ള നാളികേരം കൊണ്ട് അരച്ച് എടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ മുളകും പൊടിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് അരച്ചിട്ട് ഞാൻ ഒഴിച്ച് ഇപ്പോൾ 2ക്കും താളിച്ച് ഒഴിച്ചിട്ടാണ്. കൂട്ടാനേക്ക് ഉള്ളി കാച്ചും ചെയ്ത് മറ്റേ കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചു. പിന്നെ ചോറൊക്കെ അപ്പോഴേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു കപ്പിൽ വെള്ളം മുക്കി വയ്ക്കും കേട്ടോ. അത് ഫുള്ള് വെള്ളം കളയരുത് എന്നാട്ടോ എൻ്റെ അമ്മയൊക്കെ പറയുക. കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ മാറ്റി വെക്കണം അത്ര. ആ വെള്ളം മോളിലൊക്കെ ചിലപ്പോൾ അവന് വേണമെച്ചെങ്കിലൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ആ വെള്ളം കളയുള്ളൂ. അങ്ങനെ ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചു കേട്ടോ. പിന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഡവറെ അങ്ങനെ പരന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് പരത്തിയാൽ നല്ല നൈസായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ പരത്തിയിട്ട് ഉണ്ടാക്കുമ്പോൾ ചട്ടകത്തുമ്പോൾ കൂടെയൊക്കെ ഉണ്ട് പോരും. അപ്പോൾ അതുപോലെ മേലെ ഒരു തുള്ളി വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് മറച്ചിട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഇട്ടു കേട്ടോ. ഞാൻ ഗോതമ്പ് ദോശ ഇതുപോലെ ഉണ്ടാക്കുക. പക്ഷേ പാക്കറ്റ് പൊടി ആകുമ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, ഇത്ര നൈസായിട്ട് നമുക്ക് കിട്ടൂല, ഇത്ര ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മൾ വീഡിയോയിൽ ഒന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ എപ്പോഴും പറയാത്ത കാരണമായിരിക്കും ആരും വല്ലാണ്ടൊന്നും ഒരു മൈൻഡൊന്നും കാണിക്കണില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. അങ്ങനെ അടുക്കളയിലത്തെ പണികളും ചായ കുടിയും എല്ലതും കഴിഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിലെ പൂജ കേട്ടാ. അപ്പോൾ വിശേഷ പൂജയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റോട്ടിക്കേണ്ട ഇറങ്ങിയ അതിൻ്റെ താഴെയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ജോലി വന്നിട്ട് ഞാൻ ചെരുപ്പിടാൻ വന്നപ്പോൾ കാലിൻ്റെ ഒട്ടി കിടക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഖം പിടുത്തം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട്. അപ്പോൾ ഞാൻ നീച്ചപ്പോൾ എൻ്റെ പിന്നാലെ ഓടിനെ തൊടല്ലേ ഞാൻ അമ്പലത്തേക്ക് പോകാനിട്ട് ഞാൻ വേഗം പോന്നിട്ടായിരുന്നു. അങ്ങനെ ഈ റോഡിൻ്റെ അറ്റത്ത് കാണാനിട്ട അമ്പലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഈ ഉത്സവം നടക്കുന്ന അമ്പലമൊന്നുമല്ല കേട്ടോ, തറവാട്ടമ്പലമാണ്. അപ്പോൾ മാസത്തിലൊരിക്കലാണ് അവിടുത്തെ പൂജ കേട്ടോ. പിന്നെ എന്നും വിളക്ക് വയ്ക്കും അവിടുത്തെ ചേച്ചി. അങ്ങനെ അത്യാവശ്യം തറവാട്ടുകാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പൂജ ഒക്കെ തുടങ്ങണുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഈ കൂടിയ ആൾക്കാർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ തൊഴുതു. അങ്ങനെ ഞാൻ പിന്നെ പ്രസാദമൊക്കെ ആയിട്ട് ഒരു 10:30 ആകുമ്പോൾ പോയതാട്ടാ. 11 മണിയൊക്കെ ആകുമ്പോൾ പ്രസാദമൊക്കെ ആയിട്ട് പോന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെ കുറിയൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാൻ പോകുന്നു.
പിന്നെ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഒരു വിശേഷം കേട്ടാ. അപ്പോൾ കല്യാണത്തിന് നാളികേരം പൊളിച്ച ചകിരി കേട്ടാ. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല വെയിലുള്ള ഭാഗമാണ്. അപ്പോൾ ചകിരിയൊക്കെ ഇങ്ങനെ ഉണങ്ങി മേലത്തൊക്കെ നല്ല ഉണങ്ങി ഇതായിരുന്നു. അപ്പോൾ ഈ കുംഭമാസത്തിലൊക്കെ ഒരു മഴ പെയ്യുന്നൊക്കെ പറയും. അപ്പോൾ പെയ്തുകൊണ്ട് വെച്ചെങ്കിൽ ഈ ചകിരിയൊക്കെ നനഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേന് പിന്നെയൊക്കെ ചെതിൽ കയറും. അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ കാലെ കൂട്ടിയിട്ട് മുൻകൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കുറേയൊക്കെ നമുക്ക് അത് നനയാതെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു 3-4 ചാക്കുണ്ട് കേട്ടോ. അപ്പോൾ പ്രാവശ്യമൊക്കെ ചാക്കിലാക്കി വയ്ക്കാൻ വിചാരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭാഗം എന്താ അറിയില്ല കേട്ടാ, ഒരു ഭാഗം അങ്ങോട്ട് ചെതൽ വന്ന് മണ്ണ് ചോന്ന ചെതലായിട്ട് ഒക്കെ മണ്ണായിട്ട് ആ ചകിരിയൊക്കെ ഞാൻ ചാക്കിലിങ്ങനെ നിറയ്ക്കുമ്പോൾ ഇവിടെ അപ്പു ഒരു തെങ്ങും തൈ നിൽക്കുന്നുണ്ട്, നല്ല നന്നായിട്ട് വരും. അതിൻ്റെ ഒരു പട്ടാണ്ട് ഓടിച്ചിട്ട് കാട്ടുകെട്ടത്. അങ്ങനെ ഞാൻ ഓടിയതാണ് അവിടുന്ന്. അങ്ങനെ ഒരു വടി എടുത്തിട്ട് 2 അടി ഞാൻ കൊടുത്തിട്ടാ. അത് ഇന്നും ഒരു വട്ടം ഓടിച്ച്. എന്ത് ഭ്രാന്താണ് ആ വട്ട, ഭയങ്കര ശൗര്യക്കാരനാട്ടവൻ. നമ്മളാ രത്ന ചേച്ചിക്ക് ഉണ്ട് ഒരു ടിൻറ്റുമോ, എന്തോ ഒരു പാവം നായയാണ്. എന്താണ് ഈ അപ്പൂന് ഇങ്ങനെ ശൗര്യമാണാവോട്ടാ. ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. എത്ര സ്നേഹിച്ച് ഓമനിച്ച് ഓനെ ഇതാക്കണ, ഭയങ്കര ശൗര്യം. അങ്ങനെ ചകിരിയൊക്കെ ഞാൻ കുറച്ച് 2 ഓല വെട്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട്, അതൊക്കെ വെച്ചാൽ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് രാവിലെ തീ കൂട്ടാനൊക്കെ അപ്പം ഓലക്കുടിക്ക് നടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു അവിടെ കെട്ടി കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ചകിരിയൊക്കെ ചാക്കിൽ ഒരു 3 ചാക്ക് ചകിരി നിറച്ചു കൂട്ടാ. അത് ഞാൻ വെറുകയിലേക്ക് വെച്ച്. പിന്നെ ഉള്ളത് കുറച്ചും കൂടി അടിക്ക് വന്നപ്പോൾ ഒരു 260 നാളികേരം പൊളിച്ച ചകിരി കേട്ടാ. പിന്നെ ഒന്നും കൂടി ഉണക്കാവാണ്ട് ചില ചകിരിയൊക്കെ ഒന്ന് കനണ്ട്. അപ്പോൾ പിന്നെ അത് പിന്നെ ഇനി ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ 3 ചാക്ക് ചകിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് അങ്ങനെ വെറുകരയിലേക്ക് വെച്ച്. കഴിഞ്ഞ പ്രാവശ്യം സൽമ ഓല എനിക്ക് വെണ്ണീർ തന്നാൽ മതി, ഓല കൊണ്ടുപോയിക്കാണിട്ടുള്ള ഓല മുഴുവൻ വലിച്ചു കൊടുത്തിട്ട് വെട്ടി ഒക്കെ കെട്ടി വെറുകരയിലേക്ക് വെച്ചിട്ട് വെറുകരയിലേക്കാണ്ട് അടുക്കാൻ സ്ഥലം ഉണ്ടാകുന്നില്ല കേട്ടോ. ഉള്ള ഓലക്കൊടിക്കെട്ട് മുഴുവനും ഞാൻ പറഞ്ഞല്ലോ ഈ ചുവന്ന മണ്ണ് പിടിച്ചിട്ട് ആകെ പിന്നെ എടുത്ത് പുറത്തേക്ക് ഇടലും ഒക്കെ കെട്ടയച്ചിട്ട് നല്ല എടുത്ത് മാറ്റലും മുറ്റത്തിട്ട് കത്തിക്കലൊക്കെ ആയിട്ട് ദേഷ്യം ഗതിയും വിധിയും കെട്ടുമെന്ന് പറയാല്ലേ, അതുപോലെയായി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഓലക്കൂടിയൊന്നും വല്ലാണ്ട് വെക്കണില്ല. ഒരു 3-4 കെട്ടുണ്ട് കേട്ടാ, അങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഓല വേണമെങ്കിൽ മേലെ അപ്പൂൻ്റെ കൂടിൻ്റെ മേലെ 2-3-4 കെട്ട് കൊണ്ടൊക്കെയാലോ ഉള്ള ഈ ഓലക്കൂടി വെറുതെ നിറച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷം. അപ്പം മണി ഇവിടുന്ന് പോയിണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അജിതേച്ചിരോടൊക്കെയാണ് 2 പ്രസവമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോയതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ 1 കഴിഞ്ഞ് പിന്നെ ഫുള്ള് ബേക്കറിയിലൊക്കെയാണ്. ഓളുങ്ങോട്ടൊന്നും വരലില്ല. ഇപ്പോൾ കുഞ്ഞായി പോയി, കുഞ്ചു പോയി, കുഞ്ചുവിൻ്റെ 2 മക്കൾ പോയി, പിന്നെ ഒരെണ്ണമൊക്കെ ചത്ത്. അപ്പോൾ ആളൊക്കെ ഒന്ന് ഒഴിഞ്ഞെന്ന് കണ്ടപ്പോൾ ഓള് വീണ്ടും വന്നിറക്കുകയാണ് കേട്ടോ. വലിയ വയറൊക്കെ ആയിട്ട് ഗർഭിണിയാണ്. അപ്പോൾ നമുക്ക് സൽമ തന്നാട്ട ഒരു കോവൻ്റെ വള്ളി, ഒരു വിരലിൻ്റെ നീളമുള്ള കോവയ്ക്ക് കേട്ടത്. അപ്പോൾ പിടിച്ചെങ്കിൽ ഒരു ചെറിയ ഒരു മുള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പിടിപ്പിച്ചതിൻ്റെ ശേഷം ചാക്കിലേക്ക് മണ്ണ് നിറച്ചിട്ട് വെക്കാൻ വെച്ചിട്ടാണ്. മേലേക്കാണ് പടത്താന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ദൈവം തമ്പുരാനറിയാം. പൊടിപ്പ് വരുന്നേക്കായി മുന്നേ ഇവിടുന്ന് മാറ്റണം കേട്ടോ. കോഴികളുണ്ട്, എനിക്ക് ചെടിയൊക്കെ നല്ല ഇഷ്ടമാട്ടോ കൂട്ടുകാരെ. നമ്മളെ കൂട്ടുകാരികളൊക്കെ തരും ചെടി എവിടെ പോയാലും. പക്ഷേ ഇതാണ് അവസ്ഥ കേട്ടോ. താഴത്ത് വെക്കേണ്ട ചെടിയൊക്കെ ഞാൻ തൂക്കിയിട്ടിരിക്കുക. കാരണം നമുക്ക് ഇഷ്ടം കൊണ്ട് താഴെ ഒരു ദിവസം ഇങ്ങനത്തെ ചെടി ഫുള്ള് കോഴി തിന്ന് കുറ്റിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ താഴെ ചട്ടിയിലിരിക്കേണ്ടതാണ്. താഴെ വെച്ചിട്ട് കാര്യമില്ല, കോഴികളൊക്കെ കൊത്തി തിന്നേ. അങ്ങനെ ഒരു 4-5 ചട്ടിയിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ താഴെയുള്ള അടീനിയത്തിൻ്റെ ഇലാണ്ട് കോഴികൾക്ക് പറ്റണില്ല, കൊണ്ട് കയ്പുണ്ട് തോന്നുന്നുണ്ട്. രണ്ടിൽ അഗ്ലോണിമരൊക്കെ ഒരു അവസ്ഥയായിട്ടപ്പോൾ ഇതിപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് കാട്ടി വെച്ചില്ല കേട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.